ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. വേറൊന്നല്ല, ഇന്ന് അച്ചുവിൻ്റെ വണ്ടി ഡെലിവറി ദിവസമാണ്. അപ്പം ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞു ഉമ്മയും ഉപ്പയും രണ്ടാൾ വേണമെന്ന്. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടില്ല പോകാൻ പോകുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. പക്ഷെ ഭയങ്കര ചൂട്, വെയിൽ കൊണ്ടാണെങ്കിൽ എടുക്കാൻ കഴിയുന്നില്ല, അങ്ങമാതിരി ചൂടാണ്. പിന്നെ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാനുണ്ട്. അപ്പം പിന്നെ ഏതായാലും ഇന്ന് സമയം പാർത്തുകൊണ്ട് ചിലപ്പോൾ എടുക്കൂലായിരിക്കും. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കൊടുത്തിട്ട് നാളെ എടുത്തിട്ട് തിരിച്ച് വരണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. പിന്നെ ഇതിൻ്റെ മൈക്ക് ഒന്നും ചാർജില്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അതിൽ ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ അസ്ജിത് എൻ്റെ വണ്ടി എടുത്തിട്ട് പോക്കായി, ഞാൻ സായിക്കാൻ്റെ വണ്ടിയിലും പോക്കായി. എന്ത് ചൂട്, എന്ത് ചൂട്! പറയാൻ വണ്ടി. അങ്ങനെ നമ്മളിതാ ഹീറോൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി വാങ്ങിയത് 4 വണ്ടിയും വാങ്ങിയത് മറ്റേ പയ്യന്നൂർ മലബാർ മോട്ടോഴ്സ് വന്നിട്ടാ, പിന്നെ TVSൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അച്ചു ഹീറോ എന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ടായിന്. പിന്നെ ഇത് EMI എടുത്തതാണ് കേട്ടോ, ചോളോ ഫൈനാൻസിൻ്റെ. അപ്പോൾ ഓന് സ്വന്തമായിട്ട് തന്നെ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അവർ പേപ്പേഴ്സെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ കയറിയ പാടന്നെ അത് വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്ന്. അങ്ങനെ ഇതാ ചാവി വാങ്ങാൻ പോകുന്ന ഒരു ഇതാണ് ഇട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ എനിക്ക് ഉമ്മയും ഉപ്പയും രണ്ടാളും വേണം എൻ്റെ വണ്ടി വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ പോയതാണ് കേട്ടോ. ആർക്കായാലും സ്വന്തമായിട്ടൊരു വണ്ടി ആവശ്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി എടുത്തിട്ട് പോയിട്ട് കുറച്ച് ടൈം മാർക്കുമ്പോൾ ഞാൻ എൻ്റെ കിളമ്പ് കിട്ടും. അതുപോലെ ഉപ്പാൻ്റെ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഉപ്പാൻ്റെയും കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തന്നെ ഒരു വണ്ടി വേണം. പിന്നെ ഓനെ ഏതെല്ലാം പണിയെടുക്കുന്നുണ്ട്, അടവടക്കേണ്ട പക്വതയിൽ ഓനിക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മതിച്ചത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് ഓൻ്റെ ഒപ്പം വന്ന് ചാവിയെല്ലാം വാങ്ങി. പിന്നെ ഇവിടെ വേറെ വണ്ടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് പിന്നെ അർഷിൻ്റെ പുതിയാപ്പിള വണ്ടി എടുത്തത്. അത് ഇവിടെ പൂട്ടിയിട്ട് കിടപ്പുണ്ട്. പിന്നെ എങ്ങനെ ആയാലും സ്വന്തമായി കഴിഞ്ഞാൽ അവനിക്ക് ഓൻ്റെതായ ഇഷ്ടത്തിന് എടുത്ത് പോവുകയെല്ലാം ചെയ്യാമല്ലേ, അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ചാവി വാങ്ങി. അതിന് ശേഷം ഓന് വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടെല്ലാം പോയി. പിന്നെ ഞാൻ ചാവി ഓൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ട് എടുക്കണം, സ്പീഡ് പറ്റൂല, ഹെൽമെറ്റ് ധരിച്ചിട്ട് പോകണം, അപ്പോൾ സൂക്ഷിച്ചിട്ട് പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചാവി കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് അവനിതാ വണ്ടി, ഓൻ്റെ ആഗ്രഹം സാധിച്ചൊരു സന്തോഷത്തിൽ ആ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പോവുകയെന്ന് കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറേ ആയി ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. അങ്ങനെ ഞാനിതാ മലബാർ TVSലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വണ്ടി ഇടുന്നതെന്ന് എടുത്ത് ഇവിടെ തന്നെ സർവീസിനെല്ലാം കൊടുക്കൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് വണ്ടി കിട്ടൂല, നാളെ രാവിലെ കിട്ടുള്ളൂ. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാനിത് അച്ഛനപ്പുറം പോകുന്നത്. ശരിക്കും എന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിൻ്റെ മേലെ കയറി കണക്കുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവൻ്റെ വണ്ടിയിൽ അന്ന് വണ്ടി എടുത്ത് അന്ന് തന്നെ എന്നെയും കയറ്റിയിട്ട് എന്നിട്ട് അവൻ പോയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.